दुनिया भर में लोकप्रिय फल केला के उत्पादन पर संकट के बादल मंडरा रहे हैं। एक अंतर्राष्ट्रीय गैर सरकारी संगठन द्वारा दिए गए अध्ययन में पाया गया है कि जलवायु परिवर्तन इसके उत्पादन पर बुरा असर डाल रहा है। इससे दुनिया भर में केले का उत्पादन करने वाले किसानों की मुश्किलें बढ़ रही हैं। अंतर्राष्ट्रीय संस्था क्रिश्चियन एड की एक शोध से पता चला है कि दक्षिण अफ्रीका और कैरिबियाई द्वीप समूह में जलवायु परिवर्तन के कारण 60% यानी 2/3 केला उत्पादन क्षेत्र बर्बाद हो सकता है। केला उगाने वाले क्षेत्र में जलवायु संकट की वजह से दुनिया में केले की उपलब्धता कम हो जाएगी। കാലാവസ്ഥയിൽ ഇപ്പോൾ ചൂട് കൊണ്ട് വാഴകളെല്ലാം തടവാടി ഒടിഞ്ഞു വീഴുന്നുണ്ട്. പിന്നെ മൂട്ടിൽ രോഗം കൂടുതലാണ്, മൂടഴിയാണ് വീഴുന്നത്. സമയം തെറ്റിയുള്ള മഴയാണ് ഇതിൽ കൂടുതലും കാരണമായി വരുന്നത്. മഴയില്ലാത്ത സമയം കുലയ്ക്കുന്ന വാഴ ചെറിയ കായായിരിക്കും, വലിയ കടക്കാർ എളുപ്പം എടുക്കത്തില്ല. അത് ഒരു മാസം കഴിയുമ്പോൾ തന്നെ അത് ഒടിഞ്ഞു വീഴുന്നത്. അത് മലക്കറി പാർട്ടി ആരും എടുക്കത്തില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ ഇതിങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഏത് ഐറ്റം വാഴ നട്ടാലും അത് കൃത്യമായിട്ട് അതിൻ്റെ വിളവുകൾ തന്നുകൊണ്ടിരുന്നു. അതായത് നമ്മൾ ഈ 10 വർഷം കൊണ്ട് തുടർച്ചയായിട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമുക്കറിയാം. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉള്ള ഒന്നാമത് കടുത്ത ചൂട് ഈ ഇടക്കാലത്ത്, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മഴകൾ പെയ്യും. അതൊക്കെ കൃഷിക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ്. തുടർച്ചയായിട്ട് മഴ വന്നാൽ അതും ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പല കാലാവസ്ഥയുടെ പല കാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളും ഉണ്ട് കൃഷിക്ക്. केला उत्पादन में भारत दुनिया में पहले नंबर पर है। वहीं फलों की फसलों में केला क्षेत्रफल के मामले में तीसरा स्थान रखता है। केला फल उत्पादन का 33% और कुल फल क्षेत्रफल का लगभग 13% है। केरल में केला एक प्रमुख कृषि उपज है। हालांकि यहाँ के किसानों का कहना है कि उन्हें केले की खेती में ज्यादा खर्च करना पड़ता है और उन्हें मुनाफा कम होता है। ഇതിപ്പോൾ ശരാശരി ഇപ്പോൾ നമുക്ക് ഒരു മൂട് വാഴയ്ക്ക് 350 രൂപയ്ക്ക് മേളിൽ ചിലവ് വരും. അപ്പോൾ നമ്മളെ ജോലിക്കൂലി എല്ലാം കൂടി വരണമെന്നുണ്ടെങ്കിൽ ശരാശരി 500 രൂപയെങ്കിലും വില നിൽക്കണം. അതിന് താഴ്ന്നു വന്നു കഴിഞ്ഞാൽ കൃഷി നഷ്ടമാണ്. ഇത് രസേളി വാഴയാണ് വെച്ചിരുന്നത്. മൂട് ജയില് രോഗമാണ്. ഇത് കുലച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് കേട് കൂടുതൽ സംഭവിച്ച് മറിഞ്ഞു വീണ തുടങ്ങിയത്. ഏകദേശം 50,000 രൂപയോളം ചിലവുണ്ട്. ഇപ്പം ഇതിൽ വേറെ ഒന്നും ആദായം എടുക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇത് എന്താണെന്നുള്ള വ്യക്തമായിട്ട് ഇതിൻ്റെ രോഗങ്ങളാരും കണ്ടുപിടിച്ചിട്ടില്ല. മൂട് ചെയ്യലെന്ന് മാത്രമേ നമുക്കറിയാവൂ. പിന്നെ മരുന്നെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഫലപ്രദമായിട്ടൊന്നും മൂട്ടിൽ കിട്ടിയിട്ടില്ല. केरल में ज्यादातर केला उत्पादक व्यावसायिक रूप से नेंद्रन केला या प्लांटेन किस्म उगाते हैं। हालांकि आज बहुत से लोग टैपियोका की खेती की ओर बढ़ रहे हैं, जो कम से कम न्यूनतम फायदा सुनिश्चित करता है। जलवायु परिवर्तन ने नेंद्रन केले की गुणवत्ता को प्रभावित किया है, जिससे इसके निर्यात पर असर पड़ रहा है। ഈ സാമ്പത്തികമായ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം ഇതെല്ലാം പാട്ടകൃഷികളാണ്. അപ്പം വയലിൻ്റെ ഉടയന് കാശ് കൊടുക്കണം, അതിനു പുറമെ നമ്മൾ മുടക്കുന്ന പൈസ നോക്കണം. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ചിലരെ കയ്യിലൊന്നും നിൽക്കില്ല. കാരണം കുറേ പേരകം മരിച്ചിനില്ലേ, അത് വലിയ പ്രശ്നങ്ങൾ വരില്ല. നമ്മൾ മുടക്കണതിൻ്റെ എന്തെങ്കിലുമൊക്കെ അതിലൊന്ന് നമുക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊന്നും നമുക്കതിന് വേറെ ആനുകൂല്യങ്ങളൊന്നും ഇന്ന് വരെ വരില്ല. അത് കൃഷി ആ മേഖലയിലോട്ട് ആരും ശ്രദ്ധ വച്ചിട്ടില്ല. കാരണം ഇതിന് ഇൻഷുറൻസ് ഇല്ല. കാരണം ജസ്സകളെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കില്ല. എത്തനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് ചെയ്യും, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. അല്ല ഇതിന് വേറെ നമുക്കൊന്നും തരാനായിട്ടുള്ള ബാധ്യത ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്. जलवायु परिवर्तन ने नई बीमारियों को जन्म दिया है, जो कुछ ही हफ्तों में पूरे बागानों को बर्बाद कर देती है। किसान केले के उत्पादन में गिरावट के लिए सरकार से मिलने वाली मदद में कमी और इन पौधों के संक्रमणों पर शोध की कमी को जिम्मेदार मानते हैं।